അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കൊക്കെ സ്നാക്സായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ. ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാതിരി ഇട്ടോ. ഇതെന്തായാലും എൻ്റെ ചെറുപ്പം മുതലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ സംഭവം കേട്ടോ. പ്രസവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഉലുവയും കൂടി ചേർക്കും, അപ്പോൾ ഒന്നും കൂടി നല്ലതാണെന്ന് പറയണേക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഉലുവ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ചേർക്കണത് അരി, നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അരി നന്നായിട്ട് വറുത്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കണം തണുക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കറുത്ത എള്ളുണ്ടല്ലോ, അത് നന്നായിട്ടൊന്നും വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനേ ആ അരിയിട്ട ചട്ടിയിലേക്ക് എള്ളിടലും പകുതി മുക്കാലും എള്ളും പൊട്ടിത്തെറിച്ചിട്ട് താഴെ പോയി. കുറച്ചുണ്ടായുള്ളൂ, ഞാനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ചുണ്ടാക്കിയുള്ളൂ, അതിൽ പകുതിയും താഴെ പോയി. അപ്പോൾ ഞാൻ അടച്ചു വെച്ചു കേട്ടോ. അടച്ചൊന്നും വെക്കരുതേ, തീ ഭയങ്കര കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എള്ള് കുറഞ്ഞു പോയി, എള്ള് കൂടിയിട്ടുണ്ടെങ്കിലൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ അത് കപ്പലണ്ടിയും കശുവണ്ടിയും അതും കൂടി ചേർത്ത് ശർക്കര, ഇപ്പോൾ ശർക്കര പണ്ടൊക്കെ ചുരണ്ടി ഇരിക്കണമായിരുന്നു. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഉമ്മായൊക്കെ ചുരണ്ടാൻ മാത്രം ഇരിക്കുന്നത്. ഇപ്പോൾ പൊടിച്ച ശർക്കര കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശം തന്നെ എളുപ്പപ്പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഈ നമ്മൾ വറുത്തെടുത്ത എല്ലാ കൂട്ടും, കപ്പലണ്ടിയും കശുവണ്ടിയും ഞാൻ ഓൾറെഡി വറുത്ത കേട്ടോ, ആ വീഡിയോ മിസ്സായിപ്പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഓരോ കൂട്ടവും ചതച്ച് പൊടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ശർക്കര ഇട്ട് തേങ്ങയും ഇടാം കേട്ടോ. തേങ്ങയും ഇടണം, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ തേങ്ങ ഇട്ടില്ല, കാരണം തേങ്ങ ഇട്ട് കഴിഞ്ഞ് ഇരുന്നാൽ ചീത്തയായി പോവോ, തേങ്ങ ഒരു കാറ ചോരുമല്ലോ, അങ്ങനെ അത് ഉണ്ടാവണ്ടെന്ന് കരുതി ഞാൻ തേങ്ങ ഇട്ടില്ല. തേങ്ങ ഇവിടുത്തെ കുട്ടികൾക്ക് വലിയ ഇഷ്ടമില്ല. മാത്രമല്ല, ഇതാകുമ്പോൾ കുറച്ച് ദിവസം ഇരുന്നോളും. കുറേശ്ശെ സാധനങ്ങൾ എടുത്തിട്ട് തന്നെ ഇത് ഇത്രയും ഉണ്ട് കേട്ടോ. നമുക്ക് വൈകുന്നേരം കുട്ടികൾക്ക് ചായയുടെ കൂട്ടത്തിലൊക്കെ കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടി, എന്ത് പൊടി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചും വയ്ക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വലിയ പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. വീണ്ടും കാണാം.